ഗൈസ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് നിലമ്പൂർ തേക്ക് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിയിൽ തന്നെ ഈ വൈബായിട്ടുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ ഇവിടെ നിർത്തി. നമ്മളെ റീൽസിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ ആ ഒരു റീൽസിൽ എന്തെങ്കിലുമൊക്കെ കാണുന്ന പോലെ തന്നെ അടിപൊളി നല്ല വൈബ് സ്ഥലം തന്നെ കേട്ടോ. എന്തായാലും ഇതിൽ കൂടെ പോകുമ്പോൾ ഒന്ന് വണ്ടിയൊക്കെ നിർത്തി ഇവിടെ നിന്ന് ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നിർത്തി ഒരു വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ചായ കുടിച്ചിട്ടാണ് കേട്ടോ പോയത്. ഇവിടെ ഒരുപാട് വഴിയോര കച്ചവടക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളിതാ വൈകാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ പോലീസുകാരെന്നെ കൊണ്ട് തുറച്ചു നോക്കണം, എന്താടി വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ അയാൾ പോട്ടെ, നമുക്ക് വേഗം കയറാം. അപ്പോൾ ഇതാ ഏട്ടൻ്റെ ഫ്രണ്ടും വൈഫും ഒക്കെ ഉണ്ടോ കൂടെ ഉള്ളത്. ഫ്രണ്ട് ഇതാ ഒരു 100 രൂപ എക്സ്ട്രാ ടിപ്പായിട്ടും കൊടുത്തിരിക്കണം അത്ര. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ ഇതാ ഒരുപാട് കാർ പാർക്കിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഇതാ ഒരു സ്റ്റാച്യൂവിന് മുന്നിൽ ഞാൻ തന്നെ നിൽക്കുകയാണ് കേട്ടോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടെ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു വാട്ടർഫോളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒട്ടും സമയങ്ങളിൽ നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. അപ്പോൾ ഇവിടെ ഇതാ കാര്യമായിട്ട് തേക്കിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അവിടെ തേക്കിൻ്റെ എല്ലാത്തിൻ്റെയും പേരുകളും ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ അങ്ങനെ കണ്ടു നടക്കുമ്പോൾ അതാ വലിയൊരു തേക്ക്. ഇത് റിയൽ ആയിരിക്കും ചിലപ്പോൾ. റിയലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്താ നമ്മൾ പിന്നെ അതിങ്ങനെ കുറേ നേരം നോക്കി. പിന്നെ എന്താ നമ്മൾ ഈ സൈഡിലേക്ക് പോയപ്പോൾ ഇവിടെ കുറേ ഏറ്റവും വലിയ തേക്കിൻ്റെ പീസൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി അന്തം വിട്ട് ഞാനിങ്ങനെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഏട്ടനും ഫ്രണ്ടും കൂടി പോയി ഈ തേക്കുകളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വിലയും കാര്യങ്ങളും കൊടുത്താലോ എന്നൊക്കെ പറഞ്ഞ് അവരെന്തൊക്കെയോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ വേറെയും പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോയി നോക്കാം. അപ്പോൾ ഇവിടെ താഴത്ത് കുറച്ച് നോക്കിയപ്പോൾ കുറച്ച് കാര്യമായിട്ടൊന്നും കാണാനില്ല. ഇനി മുകളിലേക്ക് പോയി നോക്കാം, അവിടെ എന്തെങ്കിലും ഉണ്ടാവും കാര്യമായിട്ട് എന്ന് പറഞ്ഞിട്ട് കയറുമ്പോഴത്തെ സൈഡിൽ ഇതാ ഒരുപാട് ഗൃഹോപകരണങ്ങളും പരമ്പരാഗത ഉപയോഗങ്ങളുള്ള തേക്ക് തടിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും മുകളിൽ കാര്യമായിട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഞാൻ മുകളിലേക്ക് പോയി നോക്കി. അപ്പോൾ ഇതാ ഒരുപാട് തേക്കിൻ്റെ സീഡ്സും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് കേട്ടോ മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ഒരുപാട് നിന്ന് കഴിഞ്ഞാൽ ബോറടിക്കും, നിങ്ങൾക്ക് വീഡിയോ ഒക്കെ സ്കിപ്പാക്കി ഓടിയല്ലോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. എന്നാലും അവിടെയുള്ള നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇതാ ഒരുപാട് അവിടെ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വരുന്ന പൂമ്പാറ്റകളൊക്കെ ഒരു ഇത് അവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അടിപൊളി സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ന്യൂജൻ പിള്ളേർക്കൊന്നും ഈ ഒരു മ്യൂസിയത്തിൽ വന്നാൽ വല്ലാണ്ട് പിടിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തന്നെ അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല, വന്ന സ്ഥിതിക്ക് എന്തായാലും ആസ്വദിച്ചിട്ട് തന്നെ കാര്യം. അപ്പം ഞാൻ എല്ലാവരുടെയും ഒന്ന് നോക്കി കണ്ടു. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് പോണതല്ലേ. അപ്പം നമ്മൾ വെറുതെ എല്ലാം ഒന്ന് നോക്കിയിട്ട് വരാം, അതന്നെ, നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരുപാട് നേരം ഇവിടെ നിന്ന് ഞങ്ങൾ വീഡിയോ സ്കിപ്പാക്കി പോകുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് നമ്മൾ അധികം നേരം ഇവിടെ നിന്ന് കളിക്കണില്ല, നേരെ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് പോകാം. ഈ ഗാർഡനിലേക്ക് പോയപ്പോൾ അവിടെ ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. അപ്പോൾ പിള്ളേരെ അവിടെ ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് 2 പേർക്ക് കൂടി എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവരവിടെ കൊണ്ട് തട്ടിയിട്ട് വരാം കേട്ടോ. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ ഒരുപാട് വാനര സംഘങ്ങൾ ഉണ്ടിട്ടെന്നും മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ കൂടെ ക്യാമറ ഫോണിൽ കൂടെ ഒരാൾ പോകും. ഒരാളല്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് ഒരുപാട് കൂട്ടങ്ങളായിട്ടാണ് കേട്ടോ. ഇവരെപ്പോൾ വേണമെങ്കിൽ കുട്ടികളെ ആക്രമിക്കാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് പേടിയായി. അയ്യോ, ഇനിയിപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് വല്ല മാന്തി കിട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ. എന്നാലും നോക്കാം, കുറച്ച് നേരം നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങളിതാ കുറച്ച് നേരം അതൊക്കെ നോക്കി. അങ്ങനെ ബൊട്ടാനിക്കൽ ഗാർഡനിൽ ചുറ്റി നടന്നൊന്ന് കാണാമെന്ന് വിചാരിച്ച് നമ്മുടെ ചിത്രശലഭങ്ങളിൽ ആ ഒരു ഗാർഡനിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഞങ്ങളെ വീഡിയോൻ്റെ ഫ്രണ്ടും കൂടെ അങ്ങനെ പോകുന്നുണ്ട് ക്യാമറയുടെ. പക്ഷേ നമുക്കതൊന്നും നോക്കി നിൽക്കാനുള്ള സമയമില്ല, നമുക്ക് വേഗം കാര്യത്തിലേക്ക് കടക്കാം. അങ്ങനെ എന്താ പോയപ്പോൾ അടിപൊളി നല്ല വൈബ് സ്ഥലം തന്നെ കേട്ടോ. അങ്ങനെ ഞാൻ കണ്ടു നടക്കുമ്പോഴാണ് അയ്യോ കണ്ടൊന്നും വിശദീകരിക്കില്ല, കുറച്ച് ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ല എന്ന് പറയുന്നില്ല, ബാക്കിയൊക്കെ നമ്മുടെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മളതാ ചുറ്റി അടിച്ച് ഏട്ടനും ഞാനും കൂടി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നമുക്ക് ഇവിടെ കുറച്ച് വൈബ് സ്ഥലങ്ങളൊക്കെ ഇല്ലയെന്ന് പറയാനും പറ്റില്ല, കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അത് പൊളി വൈബ് സ്ഥലം തന്നെ. പക്ഷേ കുറച്ച് വഴക്കലൊക്കെ ഉണ്ട്, സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് വന്നു. അവിടെ വന്നിട്ട് ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേട്ട് ശരി പറഞ്ഞു. ഏട്ടൻ എനിക്ക് ഫോട്ടോ എടുത്ത് തരുന്ന ഫുള്ളും
കൊളാക്കിയിട്ടുണ്ട്. ഏട്ടന് ഞാൻ നല്ല നല്ല ഫോട്ടോസ് എടുത്ത് കൊടുക്കും. ചേട്ടൻ എനിക്ക് എപ്പോഴും അങ്ങനെ വൃത്തികളാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ വൃത്തികളാക്കും കേട്ടോ. അങ്ങനെ ഏട്ടന് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ ഏട്ടൻ അതൊക്കെ എടുത്ത് കൈ കഴുകുക. എന്നാൽ പിന്നെ കുളിച്ചാളി അതിൽ നല്ലത് കുറച്ചും കൂടി. ഇനി നമുക്ക് ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഫുള്ളൊന്ന് കാണാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചിന്തിച്ച് നടക്കുമ്പോഴാണ് കേട്ടോ ഒരു ടവർ ഉണ്ട് എന്ന് കേട്ടത്. എന്നാൽ പിന്നെ അതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം. ഒരു സ്ഥലം നമ്മൾ വിടൂലല്ലോ. അങ്ങനെ ടവറിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് അന്താ വിട്ട് കുന്തം വിഴുങ്ങി പോയത്. അടിപൊളി സൂപ്പർ ലുക്ക്, നല്ലൊരു വ്യൂ തന്നെ കേട്ടോ. അപ്പം ഞാൻ വിടാണ്ട് അതൊക്കെ നോക്കി എല്ലാം വീഡിയോയിൽ കൂടെ പകർത്തി. അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ പോകുമ്പോഴാണ് കേട്ടോ നന്നങ്ങാടി കണ്ടത്. നന്നങ്ങാടി നിങ്ങൾക്ക് അറിയില്ലേ, മറ്റേ മരിക്കാണ്ട് ഇപ്പോൾ 200 കൊല്ലമൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ ഇതിലിട്ടിട്ട് മുറിന് അങ്ങനെയൊക്കെ ഉണ്ടോ ഞാൻ കേട്ടിട്ടുള്ളത്. ശരിക്കുള്ളതായിരിക്കില്ല, എനിക്ക് അറിഞ്ഞോട്ടെട്ടാ, അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പറയണു. അപ്പോൾ ഇതാണ് ആ സംഭവം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നന്നങ്ങാടി. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് വരുമ്പോഴായിട്ട് അവിടെ സുഖമായിട്ട് വന്ന് ഊഞ്ഞാലുണ്ട്. പിന്നെ ഞാനും വിടൂല, ഞാനും ഇത് നടട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ 2 പേരും മോളെ കൊണ്ടാണ് വീഡിയോ ഒക്കെ എടുപ്പിച്ചത്. അപ്പം അത്രക്കേ ഉള്ളൂ. ഇനി നീട്ടി നിങ്ങളെ ഉറപ്പിക്കണില്ല, ഞാൻ നിർത്താണ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരട്ടോ. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെന്തായാലും ഒന്ന് കുത്തി സബ്സ്ക്രൈബ് ആക്കിക്കോളിയും. പണിയൊന്നുമില്ലല്ലോ, വെറുതെ ഇരിക്കുന്നല്ലേ.